മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പേര് നേരത്തെ ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ ബൈ പ്രതീഷ് എന്നായിരുന്നു. നമ്മൾ ആ ഒരു ചാനലിന്റെ പേര് മാറ്റി എന്റെ ഫുൾ നെയിം ആയിട്ടുള്ള പ്രതീഷ് സരസ്വതി എന്ന പേരാണ് ഇനി ഈ ചാനലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇനി വരണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കയറി വരുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പ്രതീഷ് സരസ്വതി എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ ഇനി കിട്ടുകയുള്ളൂ. ഇനി ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ എന്ന ആ ഒരു ചാനലുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ പേര് ഇപ്പോൾ പ്രതീഷ് സരസ്വതി എന്നാണ്, പ്രത്യേകം ഓർക്കുക. മാർക്കറ്റിന്റെ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എന്താണോ പറഞ്ഞത് അതേ രീതി തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്ന് പറയാം. അതായത് ഒരു ബേറിഷ് രീതി തുടരുന്ന രീതി തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്തായിരുന്നു, മാർക്കറ്റിൽ ഇനി തിരിച്ചൊരു പോക്ക് വേണമെങ്കിൽ ഇന്നൊരു അത്ഭുതകരമായിട്ട് ഒരു നല്ലൊരു ഷോർട്ട് കവറിംഗ് നടക്കുകയും ഈ ക്യാൻഡലിന് മുകളിൽ, അതായത് തലേ ദിവസത്തെ ക്യാൻഡലിന് മുകളിൽ പോയി ക്ലോസ് ചെയ്യുന്ന ഒരു ക്യാൻഡലൊക്കെ ഫോം ചെയ്താൽ മാത്രമേ ഉള്ളൂ ശരിക്കും ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ബേറിഷ് രീതിയിൽ ഒരു മാറ്റം വരാൻ സാധ്യതയെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള സാധ്യതകളൊന്നും നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിലായാലും നമ്മുടെ മാർക്കറ്റിലായാലും നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ഇപ്പോൾ യുദ്ധസമാനമായ ചില വിഷയങ്ങൾ കിടക്കുന്നു. അത് വളരെ പ്രശ്നകരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ മാർക്കറ്റ് അത്ര വലുതായിട്ടൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ അതിശക്തമായ ക്രാഷിലേക്കൊക്കെ പോകാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതാം. പിന്നെ നമ്മൾ കാത്തിരുന്ന എന്തായിരുന്നു, ഇന്ന് 6 മണിയോടെ യുഎസിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ വന്നപ്പോൾ എന്താണ് അവിടെ കാണുവാൻ സാധിച്ചത്? നോക്കൂ, 3% എല്ലാവരും പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അത് 3% പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് 2.90 എന്ന അവസ്ഥയിലേക്ക് അവരുടെ ഇൻഫ്ലേഷൻ താഴുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈൻ ആണ്. അതായത് അടുത്ത മാസം വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കട്ടിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ആളുകൾക്ക് ഒരു ബലം കൊടുക്കുന്ന ഒരു ഡേറ്റയാണ് ഇന്ന് വന്നത്. പക്ഷെ നിലവിൽ നമ്മൾ US മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ US മാർക്കറ്റ് അത്ര രസകരമായിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. ഒരു സമ്മിശ്ര രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ഡേറ്റ കണ്ട രീതി പോലും നടിക്കാത്ത രീതിയിലുള്ള ഒരു US മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഈ ഒരു യുദ്ധസമാനമായ ചില വിഷയങ്ങളാണ്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയം കുറച്ചുകൂടി ഒന്ന് കട്ടിയാവുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, നമ്മളുടെ ഇസ്രായേൽ ഇറാൻ വിഷയമാണെങ്കിൽ എപ്പോൾ വേണേലും ഇറാൻ ഇസ്രായേലിനെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഒരിക്കലും എന്താണ് നമ്മളുടെ പൊസിഷനുകൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഓപ്ഷൻ പൊസിഷനുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവ ഹോൾഡ് ചെയ്തിരുന്നത് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയില്ല, നാളെ ഒരു അവധി ദിവസമാണല്ലേ. നാളെ അവധിയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അവധിയാണെങ്കിലും ബാക്കി ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഗ്യാപ്പ് അപ്പ്, ഒരു വലിയൊരു ബ്ലീഡിങ്ങിനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആണ്, പക്ഷെ നമ്മുടെ പൊസിഷൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്ലസ് നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസത്തെ ഒരു ട്രേഡിംഗ് ഡേ കൂടി കിടപ്പുണ്ടല്ലേ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ 2 ദിവസത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് വെള്ളിയാഴ്ച മോർണിംഗ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പരമാവധി മാറി നിൽക്കണമെന്ന് പലപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഇനി നമുക്ക് നേരെ ചാർട്ടിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബേറിഷ് രീതിയെ കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിനെയാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിത് ഒരു വീക്കിലി ക്യാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ധാരണ വരും നിങ്ങൾക്ക്. കഴിഞ്ഞ ആഴ്ച തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് ആ ഒരു ബേറിഷ് രീതിയിലേക്ക് തന്നെ ഇറങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,150 താഴെയും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താഴേക്ക് ഇനിയും 24,000 ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം മാർക്കറ്റ് നടത്തി കഴിഞ്ഞാൽ, പലതവണ വന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു 24,000 അല്ലേ. പക്ഷെ ഇനി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കറക്ഷൻ ഉള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നാലോ. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നാൽ നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി ബേറിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആരാണ്? ഇവിടെ ബാങ്ക് നിഫ്റ്റിയാണ്. ഞാനിത് എടുത്തിരിക്കുന്നത് ഇപ്പോൾ വീക്കിലി ചാർട്ടാണ്. നമുക്ക് എന്തായാലും ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടങ്ങ് പോകാം. ഇപ്പോൾ ഇത് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ, വീക്കിലി ചാർട്ടിൽ നല്ലൊരു ബേറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നു. നമ്മൾ നേരെ അത് ഒരു 1 ഡേ ചാർട്ടിലേക്ക് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ധാരണ വരും. നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു ബേറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്ന് ക്ലോസ് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഒട്ടും പോസിറ്റീവായിട്ടുള്ള രീതിയല്ല കാണിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. FIS തീർച്ചയായിട്ടും ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള ഒരു പ്രവണത അവർക്ക് കൂടിക്കൂടി വരുന്നതായിട്ട് അവരുടെ ഡേറ്റകൾ ഇന്ന് നോക്കിയപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിലെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുന്ന ഒന്നല്ല അല്ലേ, അത് സമയമെടുത്ത് തീരുന്നതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും എല്ലാ മാർക്കറ്റിലും, പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. കാരണം തുടർച്ചയായിട്ട് ഒരു വലിയ റാലി കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണിത്. പണ്ടൊക്കെ നമ്മളുടെ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10% കറക്ഷൻ നടക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിൽ കറക്ഷൻ നടക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള കറക്ഷൻ മാത്രമാണ് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ ശരിക്കും നല്ലൊരു കറക്ഷൻ നടന്നിട്ടില്ല. ഇനി നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ
നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. നമുക്ക് ഇനി ഓപ്പൺ ട്രസ്റ്റിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് എക്സ്പയറി കഴിഞ്ഞ് കിടക്കുന്ന മാർക്കറ്റാണ്. അവിടെ നമ്മൾ ഓപ്പൺ ട്രസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്ന ഒരു ഓയ ബിൽഡപ്പ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യാതൊരു കാര്യമില്ല. അപ്പൊ എങ്കിലും നമുക്ക് വെറുതെ ഒന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് എടുത്ത് നോക്കാം. അവിടേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ശരിക്കും ഇവിടെ ഒരു ബെയറിഷ് രീതി തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം PCR ഒക്കെ 0.64 ആണ്. അതായത് അറ്റ് ദ മണി തന്നെ 0.71 ആണ്. ഒരു നല്ലൊരു ബെയറിഷിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആവുമ്പോഴാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മൊത്തത്തിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഓയ ബിൽഡപ്പ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? FISന്റെ ഓപ്ഷനിലുള്ള അവരുടെ ഒരു സ്വാധീനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു അല്ലേ? ഇവിടെ അവർ ഇൻഡെക്സ് ഓപ്ഷനിൽ കോൾ ലോങ് പോയിരിക്കുന്നത് 2.5 ലക്ഷത്തിനാണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ ഇവിടേക്ക് വന്നേ, പുട്ട് അവർ ലോങ് പോയിരിക്കുന്നത് 5 ലക്ഷത്തിന് പുറത്താണ്. അതായത് FIS അവരുടെ ആ ഒരു സെല്ലിംഗ് രീതി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നോക്കൂ, അവരുടെ ചേഞ്ചസ് ഒക്കെ വളരെ കുറവാണ്. അവർ നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ നിലനിർത്തുകയാണ് കാണുന്നത്. ഇവിടെ ചേഞ്ചസ് പോലും വളരെ കുറവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു അവരുടെ ഒരു മനസ്സ് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രോസിന്റെ കേസിലേക്ക് വന്നാലോ? പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്ന ഒരു 1 ലാഖിനടുത്താണ്. അതുപോലെ തന്നെ പുട്ട് ലോങ് പോയിരിക്കുന്നത് ബെയറിഷ് ആണ്, ഒരു 2 ലാഖിനടുത്തുള്ളതായിട്ടും കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഇന്ന് പ്രോസ് ശരിക്കും ഒരു 4.5 ലക്ഷത്തിന്റെ ഒരു ബൈങ് അവർ ഇത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു റേഞ്ചിൽ, അതായത് കോൾ ലോങ് പോയേക്കുന്ന അല്പം കുറവൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ പുട്ട് അവർ ലോങ് പോയിരിക്കുന്നത് 2 ലാഖ് ആണെന്നും കാണുവാൻ സാധിക്കുന്നു. എങ്ങനെ വന്നാലും FISും പ്രോസും ഒരു ബെയറിഷ് രീതി തന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലയന്റ് ഇവിടെ കോൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു 1.5 ലക്ഷത്തിനാണ് എങ്കിൽ പുട്ട് അവരിവിടെ സെല്ല് ചെയ്തേക്കുന്നത് 10 ലക്ഷത്തിന് പുറത്താണ്. അവർ ബുള്ളിഷ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലയന്റിന് എഗൻസ്റ്റ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് നീങ്ങുക എന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ബെയറിഷ് രീതി തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയിലേക്ക് പോയില്ല. ക്യാഷ് മാർക്കറ്റിൽ എന്തായിരിക്കും ഇന്ന് FIS ചെയ്തതെന്ന് നോക്കാം. നോക്കൂ, 2595 കോടിക്കാണ് അവരിവിടെ സെല്ല് ചെയ്തേക്കുന്നത്. നേരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2236 കോടിക്ക് DIS ഇവിടെ സപ്പോർട്ട് ചെയ്തു. ശരി തന്നെയാണ്. പക്ഷെ തുടർച്ചയായിട്ട് FISന്റെ ഈ ഒരു സെല്ലിംഗ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവർ തീർച്ചയായിട്ടും ഒരു നല്ല സെല്ലിംഗ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. FIS എന്നാണോ നല്ലൊരു ബൈയിങ് മോഡിലേക്ക് വരുന്നത്, അന്ന് മാത്രമേ നമ്മുടെ മാർക്കറ്റ് ശരിക്കും മുകളിലേക്ക് പോകൂ എന്നതാണ് സത്യം. നമുക്കിനി ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എന്താണ് അവർ ചെയ്തു വെച്ചേക്കുന്നതും കൂടെ ഒന്ന് പോയി നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FIS വളരെ ക്ലിയർ ആണ്. അവർ സെല്ലിംഗ് മോഡിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോ ഇൻഡെക്സ് ഓപ്ഷനിലും ഇൻഡെക്സ് ഫ്യൂച്ചറിലും FIS സെല്ലിംഗ് രീതി തന്നെ തുടരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ DISന്റെ കേസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ DIS നല്ലൊരു ബെയറിഷിലോട്ട് തന്നെയാണ് പോകുന്നത്. പ്രോസിന്റെ കേസിലേക്ക് വന്നാലോ, പ്രോസ് ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷിലേക്കൊക്കെ വരുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കാണുവാൻ സാധിക്കും. അത് വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടൊന്നും നമുക്കിവിടെ തോന്നുന്നില്ല. വളരെ ചെറിയ എമൗണ്ട് മാത്രമാണെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് ഇവിടെ ബുള്ളിഷു ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് ഉള്ള മാർക്കറ്റ് ആണെന്ന് നന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഞാനിപ്പോ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിരിക്കുകയാണ്. നോക്കൂ, ഗ്ലോബൽ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ US മാർക്കറ്റിന്റെ കണ്ടീഷൻ, US മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതായത് അവിടെ പോസിറ്റീവ് ഡാറ്റ വന്നിട്ട് കൂടി നെഗറ്റീവിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ യുദ്ധസമാനമായ പല കാര്യങ്ങളും മാർക്കറ്റിനെ പിടിച്ചു കുലുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഒക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിൽ തന്നെയാണ്. ഇനി നാളെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആണ് എങ്കിൽ തന്നെയും നിഫ്റ്റിയും ഗ്ലോബൽ മാർക്കറ്റും ഒക്കെ നാളെ ട്രേഡ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, സെബി ഈ അടുത്ത സമയത്തും ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. അതായത് 15% ആളുകൾ മാത്രമാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോടികളാണ് ഇവിടെ നഷ്ടം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഞങ്ങളുടെ കോഴ്സ് എടുത്ത ആളുകൾ തുടർച്ചയായിട്ട് മാസങ്ങളായിട്ട് അവർ പ്രോഫിറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സെബി പറഞ്ഞ ആ ഒരു 15%-ൽ
ഞങ്ങളും പെടുന്നു എന്നതിൽ വളരെ അഭിമാനത്തോടെ ഇത് പറയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഴ്സ് എന്നത് വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കോഴ്സാണ്. ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് സമയ ലിമിറ്റ് ഇല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാവുന്നതാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ വീഡിയോ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു അവധി ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.